വിശ്വേശ്വരീ ത്വം പരിപാസി വിശ്വം വിശ്വാത്മികാ ധാരയസീതി വിശ്വം വിശ്വേശവന്ദ്യാ ഭവതി ഭവന്തി വിശ്വാശ്രയായേ ത്വയി ഭക്തി നമ്രാം. വിശ്വേശ്വരീ ത്വം പരിപാസി വിശ്വം വിശ്വാത്മികാ ധാരയസീതി വിശ്വം വിശ്വേശവന്ദ്യാ ഭവതി ഭവന്തി വിശ്വാശ്രയായേ ത്വയി ഭക്തി നമ്രാം. ത്വം നീ വിശ്വേശ്വരി വിശ്വത്തിന് ഈശ്വരിയായി വിശ്വം പരിപാസി വിശ്വത്തെ പരിപാലനം ചെയ്യുന്നു. വിശ്വാത്മിക ഇതി പ്രപഞ്ചസ്വരൂപിണി ആയതുകൊണ്ട് വിശ്വം ധാരയസി വിശ്വത്തെ ധരിക്കുകയും ചെയ്യുന്നു. ഭവതി നീ വിശ്വേശവന്ദ്യ വിശ്വേശ്വരന്മാരാൽ വന്ദിക്കപ്പെട്ടവളാകുന്നു. ഏ ത്വയി ഏവർ നിന്നിൽ ഭക്തി നമ്ര ഭക്തി കൊണ്ട് കുരിഞ്ഞു നമസ്കരിക്കുന്നവരാകുന്നു. തേ അവർ വിശ്വാശ്രയ ഭവന്തി വിശ്വത്തിന് ആശ്രയമായി ഭവിക്കുന്നു. ദേവി നീ വിശ്വത്തിന് ഈശ്വരിയായിട്ട് വിശ്വത്തെ പരിപാലിക്കുന്നു. വിശ്വാത്മിക ആയതുകൊണ്ട് നീ വിശ്വത്തെ ധരിക്കുന്നു. ലോകനാഥന്മാർക്കും നീ വന്ധ്യയായിരിക്കുന്നു. നിന്നെ ഭക്തിയോടെ നമിക്കുന്നവർ വിശ്വത്തിന് ആശ്രയമായി ഭവിക്കുന്നു. വിശ്വം തന്നെയാണ് ദേവി. വിശ്വാത്മികയായ ദേവി വിശ്വത്തെ ധരിക്കുന്നു. വിശ്വമായി രൂപം കൊള്ളുന്ന ദേവി വിശ്വത്തിന് ആധാരമാണ്. വിശ്വത്തിൻ്റെ നിയാമക ശക്തിയും വേറെ ആരുമല്ല. ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും ഇന്ദ്രാദികളും ഉൾപ്പെടുന്ന ലോകനാഥന്മാർ ദേവിയെ വണങ്ങി ദേവിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ലോകപരിപാലനം ചെയ്യുന്നു. അങ്ങനെയുള്ള ദേവിയെ ഭക്തിയോടെ ഉപാസിക്കുന്നവൻ വിശ്വത്തിന് ആശ്രയമായി ഭവിക്കുന്നു, ദേവിയിൽ ലയിക്കുന്നു. ദേവി പ്രസീദ പരിപാലയനോരി ഭീതേ നിത്യം യഥാസുരവധാതധുനൈവ സദ്യാം പാപാനി സർവജഗതാം പ്രശമം നയാശു ഉത്പാദപാകജനിതാംശ മഹോപസർഗാൻ. ദേവി പ്രസീദ പരിപാലയ നോ അരിഭീതേ നിത്യം യഥാസുരവധാതധുനൈവ സദ്യാം പാപാനി സർവജഗതാം പ്രശമം നയാശു ഉത്പാദപാകജനിതാംശ മഹോപസർഗാൻ. ദേവി പ്രസീദ ദേവി പ്രസാദിക്കണമേ. യഥാ എപ്രകാരം അസുരവധം നിമിത്തം അധുനായേവ ഇപ്പോഴെന്ന പോലെ സദ്യ ക്ഷണത്തിൽ ഞങ്ങളെ അരിഭീതേ ശത്രുഭയത്തിൽ നിന്ന് നിത്യം പരിപാലയ എന്നും രക്ഷിക്കണമേ. സർവജഗതാം പാപാനി എല്ലാവരുടെയും പാപങ്ങളെ ഉത്പാദപാകജനിതാൻ ഉത്പാദപാകങ്ങളിൽ നിന്നുണ്ടാകുന്ന മഹോപസർഗാൻ മഹത്തായ ആപത്തുകളെയും ആശു പ്രശമം നയ വേഗത്തിൽ ശാന്തിയിലേക്ക് നയിച്ചാലും. ദേവി പ്രസാദിക്കണമേ. അസുരവധം കൊണ്ട് നീ ഇപ്പോൾ ചെയ്തതുപോലെ ശത്രുഭയത്തിൽ നിന്ന് എന്നും ഞങ്ങളെ ഉടനെ രക്ഷിക്കണമേ. ലോകരുടെയെല്ലാം പാപങ്ങളെയും കൊള്ളിമീൻ വീഴുക തുടങ്ങിയ ദുർനിമിത്തങ്ങളാൽ സൂചിതമാകുന്ന ഉപദ്രവങ്ങളെയും വേഗത്തിൽ ശമിപ്പിക്കണമേ. ദേവന്മാരുടെ കൺമുമ്പിൽ വെച്ച് അല്പനേരം കൊണ്ട് ശുംഭനിശുംഭന്മാരുടെ മഹാസേനയെ ദേവി വധിച്ചു. അതുപോലെ ശത്രുഭയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ദേവന്മാർ ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഉപാസക പക്ഷത്തിൽ ശത്രുക്കൾ പുറത്തുള്ളവർ മാത്രമല്ല, ഉള്ളിൽ കൂടിയിരിക്കുന്ന കാമക്രോധ ലോഭ മോഹാദികളും ശത്രുക്കളുടെ കൂട്ടത്തിൽ പെടും. അപ്പം ശത്രുക്കൾ ഒഴിഞ്ഞതുകൊണ്ട് ശാന്തി ഉണ്ടാവുകയില്ല. ജഗത്തിൽ എവിടെ അശാന്തി ഉണ്ടായാലും അത് ലോകത്തെ മുഴുവൻ ബാധിക്കും. അതുകൊണ്ട് പാപാനി സർവജഗതാം പ്രശമം നയ എന്നാണ് അഭ്യർത്ഥന. ലോകരുടെയെല്ലാം പാപങ്ങളെ ശമിപ്പിക്കണമേ. സമൂഹത്തിൽ പാപം വർദ്ധിക്കുമ്പോൾ ജനങ്ങളെ ആകെ ബാധിക്കുന്ന ദുരിതങ്ങൾ ഉണ്ടാകുന്നു. പ്രകൃതിയിൽ കൊള്ളിമീൻ വീഴുക, ഇടിവെട്ടുക, മഴ കൂടുതലായിട്ട് പെയ്യുക, നദികൾ വഴിമാറി ഒഴുകുക, സമുദ്രം ക്ഷോഭിക്കുക തുടങ്ങിയ ദുർനിമിത്തങ്ങൾ ഉണ്ടാകുന്നു. അത് കൂടാതെ പകർച്ചവ്യാധികൾ, യുദ്ധങ്ങൾ തുടങ്ങിയവയും ഉണ്ടാകുന്നു. അപ്പോൾ കൂട്ടത്തെ ഒന്നായി ബാധിക്കുന്ന ആപത്തുകൾക്കെതിരെ വ്യക്തി നിസ്സഹായനാണ്. അത്തരം ആപത്തുകൾ ഒഴിവാക്കാൻ ദേവീകാരുണ്യത്തിനെ കഴിയുകയുള്ളൂ. അപ്രകാരമുള്ള ആപത്തുകളിൽ നിന്നും ജഗത്തിനെ രക്ഷിക്കണമേ എന്ന് ഇവിടെ അപേക്ഷിക്കുന്നു. പ്രണദാനാൻ പ്രസീദത്വം ദേവി വിശ്വാർത്തിഹാരിണി ത്രൈലോക്യവാസിനാമീഡ്യേ ലോകാനാം വരദാ ഭവാം. പ്രണദാനാൻ പ്രസീദത്വം ദേവി വിശ്വാർത്തിഹാരിണി ത്രൈലോക്യവാസിനാമീഡ്യേ ലോകാനാം വരദാ ഭവ. ദേവി വിശ്വാർത്തിഹാരിണി വിശ്വത്തിൻ്റെ ആർത്തികളെ നശിപ്പിക്കുന്നവളായ അല്ലയോ ദേവി. ത്വം നീ പ്രണദാനാൻ പ്രസീദ ഭക്തിയോടെ പ്രണമിക്കുന്നവരിൽ പ്രസാദിക്കണമേ. ത്രൈലോക്യവാസിനാം ഈഡേ മൂന്ന് ലോകങ്ങളിലും വസിക്കുന്നവരിൽ പൂജനീയായ അല്ലയോ ദേവി. ലോകാന വരദാഭവ ലോകർക്ക് വരം നൽകുന്നവളായി ഭവിക്കണമേ. വിശ്വത്തിന്റെ ദുഃഖങ്ങളെ നശിപ്പിക്കുന്നവളായ ദേവി നീ പ്രണതന്മാരിൽ പ്രസാദിക്കണമേ. മൂന്ന് ലോകങ്ങളിലും ഉള്ളവരാൽ ആരാധ്യായ ഭഗവതി നീ ലോകർക്ക് വരതയായിട്ട് ഭവിക്കണമേ. ഭാരതീയരുടെ ആരാധനാ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ലക്ഷ്യമാക്കുന്നത് ലോക നന്മയാണ്. ലോകത്തിന് ദുരിതമാണെങ്കിൽ ഏത് വ്യക്തിയെയും ബാധിക്കും. പ്രകൃതത്തിൽ ദേവന്മാരാണ് സ്തുതിക്കുന്നതെങ്കിലും അപേക്ഷ ലോക
ലോക നന്മയ്ക്ക് വേണ്ടിയാണ്. ഭക്തിപൂർവ്വം നിന്നെ വണങ്ങുന്നവരിൽ അവിടുന്ന് പ്രസാദിക്കണമേ. നീ വിശ്വത്തിൻ്റെ ആർത്തികളെ ശമിപ്പിക്കുന്നവളാണല്ലോ. ലോകജനനിയായ നീ ലോകത്തിൻ്റെ ദുഃഖങ്ങളെ നശിപ്പിക്കാൻ ബാധ്യസ്ഥേയമാണ്. ദേവന്മാർക്കും അസുരന്മാർക്കും മനുഷ്യർക്കും ആരാധ്യയാണ് ദേവി എന്ന് കാണിക്കാനാണ് ത്രൈലോക്യവാസന മീഡിയ എന്ന പ്രയോഗം. ലോകത്തിന് നന്മ വരുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു.